അപ്പോൾ ഗായ്സ് എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് VR ആണ് കളിക്കാൻ പോണ. ഹോപ്പ് യു എൻജോയ്. ഗായ്സ് പിന്നെ എനിക്ക് ഇതിലുള്ള ബണ്ടിൽ കിട്ടി കേട്ടോ. അധികം പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതിൻ്റെ സിമ്പിളായിരുന്നു. ഞാൻ ഇതിലേക്ക് കിട്ടുന്ന ആ ഒരു ബണ്ടിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബണ്ടിൽ കളക്ഷനിലോട്ട് ഞാനത് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഇത് മാറ്റണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ പുതിയ ബാക്ക് പാക്ക് വന്നു, പക്ഷേ ഈ ഒരു സ്കിന്നിൻ്റെ ഇതൊന്നും അധികം അങ്ങോട്ട് പോരാ. മാഗസീൻ മാത്രമേ ഉള്ളൂ. പിന്നെ M10 ഒന്നും അത്ര പോരാ. അതാണൊരു പ്രശ്നമെന്ന് പറയണം. പിന്നെ ഇതിൽ പിന്നെ എനിക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കോഡിന് സ്കിന്ന് വന്നു. എനിക്ക് BRൽ വൺ ഓഫ് ദ ഫേവറേറ്റ് ഗണ്ണാണ് ഈ കോർഡ്. അതിന് സ്കിന്ന് വന്നു. എനിക്ക് ഒരെണ്ണം കിട്ടണമെന്നുണ്ടായിരുന്നു. പിന്നെ പുതിയ പാരച്യൂട്ടിൻ്റെ സ്കിന്നാണ്. അത് അധികം കുഴപ്പമില്ല. പിന്നെ ഇതെനിക്ക് എടുക്കണമെന്നുണ്ട്. ഇത് ഈ ബാബാ ഷീപ്പിൻ്റെ 130. ഇനി കുറച്ചും കൂടെ കളിക്കാം. പിന്നെ ഇത് മാക്സ് 7. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഇതുണ്ട്. പക്ഷെ ആ റേഞ്ച് കുറവ്. പിന്നെ ഓക്കെ, നമുക്ക് കൂടുതൽ സംസാരിക്കാതെ നേരെ കളിയിലോട്ട് തുടങ്ങാം. കുറച്ച് തന്നെ കിടക്കട്ടെ അല്ലേ ഗൈസ്? നിങ്ങൾ വേറെ ഏതെങ്കിലും എബിലിറ്റി വല്ലതും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വെപ്പൺ ആർമറിയാണ്. ഇതാണ് എൻ്റെ ഇരിക്കുന്ന M4. നമ്മൾ ഡ്രീം ഫേസ് മറ്റേ ക്രിസ്മസ് അപ്ഡേറ്റ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചാടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ടവറാണ്. ക്ലോക്ക് ടവറിലാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് കയറി ചാടിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ അത് കണ്ടോ, 167. ഞാൻ സാധാരണ കൂടുതലായിട്ട് ഈ ക്ലോക്ക് ടവറിലോട്ടാണ് ചാടാൻ. അവിടെ അധികം ആൾക്കാർ അത്യാവശ്യം എൻ്റെ ക്ലോക്ക് ടവറില്ലാതെ മറ്റേ എല്ലാ സ്ഥലമാണ്. മറ്റേ റിവർ സൈഡും അവിടെ പാലം അവിടെ നല്ല ആൾക്കാർ ലാൻഡ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടെ. പക്ഷെ അവിടെ നല്ല ലൂട്ട് കിട്ടും. നല്ല അടിപൊളി ലൂട്ടാണ്. ക്ലോക്ക് ടവർ. പിന്നെ എൻ്റെ സ്കേറ്റ് ബോർഡിൻ്റെ സ്കിൻ ഇപ്പോൾ ഇതാണ് കിടക്കണം. നിങ്ങൾ വേറെ എന്തെങ്കിലും ഇത് ചേഞ്ച് ചെയ്ത് വേറെ ഉള്ളതാക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചേഞ്ച് ചെയ്യാം. ഞാനും അവനും ഒരേ സ്ഥലത്താണുള്ളത്. ഓണ്ടെടുക്കാൻ പോകുന്നില്ല. എടാ, അവനെ നമുക്ക് നേരെ അങ്ങ് ചാടാം. പെട്ടെന്ന് അങ്ങോട്ട് ചാടാ. ഇവിടെ അവൻ ആ ഭാഗത്തോടെ പോയേക്കും. 2x സ്കോപ്പൊക്കെ അങ്ങോട്ട് ഇട്. പാരഫലി കിട്ടി. അവനവിടുത്തെ ലൂട്ടെല്ലാം വാരി പറിക്കുക. സ്നൈപ്പർ കിട്ടി. ഇല്ലേ, ഈ സാധനം എടുത്തവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അവനെ എവിടെയും കാണുന്നില്ല. അവനെ E90 ഇട്. മറ്റേ സ്നൈപ്പർ ആകുമ്പോൾ എടുത്ത ആളാ. ഇവിടെ എല്ലാ ഐറ്റംസും ഇട്. M60 നല്ല ബാരഫല. ഗ്ലൈഡർ കിട്ടിയിട്ടുണ്ട്. എടുത്താ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെറ്റിട്ട് നമുക്കില്ല അതിൻ്റെ മേളിൽ ചെന്നിട്ട് നോക്കാം. അവൻ എന്നാലും എവിടെ എവിടെ ഓടണം മച്ചാനെ? It's time for you to
mind before you strike. സ്ഥലം മാറ്റി വീട്ടിലോട്ട് അങ്ങനെയാണ് എന്നല്ല ഇത് നേരെ നമുക്ക് ഈ BR ഗെയിമിൽ മിക്കവാറും ഞാൻ എലൈറ്റ് ഹീറോയ്ക്ക് നേരെ ഡയമണ്ട് 3 ആകുമെന്നാണ്. ആളുണ്ട് ആഹാ പിന്നെ അല്ല അങ്ങോട്ട് ചാടേണ്ട താമസം പ്ലെയർ കൊടുക്കല്ല അത് പിന്നെ എന്തുവാ ചെയ്യുന്നത് കണ്ട എലൈറ്റ് ഹീറോയ്ക്ക് ഞാൻ ഹീറോയ്ക്കായോ സോറി ഞാൻ എലൈറ്റ് ഒന്നും അടിച്ചില്ല ഞാൻ CS ആയിരുന്നു എലൈറ്റ് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ഞാൻ പറയുന്നില്ല എപ്പോഴും സ്കോർ 2 എണ്ണം കിട്ടിയടാ 48 ആഹാ ഇത് കിട്ടി ഗായ്സ് എനിക്ക് ലക്കുണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കി പറയണം. ഇതിലെന്ത് വേറെ എന്തെങ്കിലും സ്കില്ല് ചെയ്യാൻ പറ്റും ഇതൊന്നും സ്കില്ലിട്ട് നമുക്ക് എനിക്കൊന്നും കിട്ടാൻ പോകുന്നതെന്നാണ് എനിക്ക് അറിയലായിരുന്നു. എന്തുവാടാ ഇത് എന്ത് സംഭവം എന്ത് ഗ്രനേഡിൻ്റെ ഗ്രാൻഡ് പ്രൈസ് ഇതിലൊക്കെ അടോ അങ്ങനെ സീരടാ വേറെ നമുക്ക് എന്തെങ്കിലും സ്പിൻ ചെയ്യാൻ പറ്റും ഇതിൽ തന്നെ വേറെ സ്പിൻ ചെയ്ത് എനിക്ക് ഉറപ്പാണ് എന്തായാലും കിട്ടത്തില്ല ആയൊന്നുമില്ല 19 മറ്റേ ഇതുണ്ട് ടോക്കൺ അതായത് എന്തെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണത് ഇതെന്താ സ്കിന്ന് എനിക്ക് ഇതിൽ വേറെ കുറേ സ്കിന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ സാധാ ബേസിക് ഇതൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ സ്കാറിൽ കഴിഞ്ഞ ലക്കി റോയലിൽ കിട്ടിയ വെപ്പൺ റോയലിലുള്ള സ്കിന്നും പിന്നെ ഈ പ്രാവശ്യത്തെ വെപ്പൺ റോയലുള്ള SKS എല്ലാം എടുക്കുന്നു. ഓ സോറോടെ മുടി ഇട്ടെടുക്കാം എന്ത് ഹൾക്കോ എടാ ഓൾഡ് പ്ലെയർ ആണെന്ന് തോന്നുന്നു തും ഭയ്യ ഓണ്ടാ തും സോറ് ഓ നേരെ ഭയങ്കര കോമ്പാക്റ്റിൽ ഇരിക്കുക അവനെ കൊണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 20 ലൈഫ് അങ്ങോട്ടുള്ളതെന്ന് വിചാരിച്ചത് അപ്പോൾ അവൻ്റെ നിറം അങ്ങ് തീരും പിന്നെ പറ്റത്തില്ല. സാധാരണ നിറമിട്ടായിരുന്നു കളിക്കണം പിന്നെ ഇപ്പം നിറമൊന്നുമില്ലാതെ കളിക്കുക സാധാരണ പുറക്കട്ടോറി നെക്സ്റ്ററിയാണ് ഏത് മാപ്പാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ സാധാരണ മറ്റേ എല്ലാ സ്ഥലത്തോട്ടും എടാ ഫുള്ള് ആൾക്കാരാണല്ലേ ഞാൻ സാധാരണ മറ്റേ എല്ലാ സ്ഥലത്തോട്ടാണ് ചാടാറുള്ളത് മറ്റേ എവിടെയെങ്കിലും ആൾക്കാരും ഉണ്ടോ 2 കിട്ടി AK എടുത്ത് എല്ലാം കള നല്ല ലൂട്ട് മാത്രം മതി നമുക്ക് അത് എനിമി അല്ലേടാ ഓ പണ്ടാരെ ഒരു ആക്രസി ഇല്ല ഇങ്ങോട്ട് അവനെ എന്തായാലും അടിക്കാൻ പറ്റും അയ്യോ തിരിച്ചു പോ അവിടെ എന്താണ്ട് കിടപ്പുണ്ടെന്ന് level 3 വെസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ റെക്കോർഡിങ് അങ്ങ് ഇതായിപ്പോയി ഓക്കെ കിട്ടി ഐറ്റംസ് എല്ലാം മാറി പറിക്കോ ഞാൻ എൻ്റെ കൂടെ ഇവിടെ കുറേ എണ്ണങ്ങൾ വന്നായിരുന്നു ഇപ്പോൾ ഒരുത്തരം പോലും കാണുന്നില്ല പാൻ എടുത്തോ എനിക്ക് ഈ സെക്കൻഡറി ഈ വെപ്പണിൽ ക്രോസ് റേഞ്ച് വെപ്പണിൽ ഏറ്റവും ഇഷ്ടം ഈ സ്കൈത്തും പാനും സ്കൈത്ത് അത്യാവശ്യം നല്ല ഡാമേജും കൊടുക്കും പാൻ മറ്റേ ഷീൽഡും തരും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇതുണ്ട് ഇപ്പോൾ എനിമി പാനി വെടിവെക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫ് പോകത്തില്ല കൂട്ടെല്ലാം മാറി പറിക്കുക
എനിക്ക് കോഡ് കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞില്ല ഗൈസ്. 236 ആമോ ഉണ്ട് കോഡിൽ. അപ്പോൾ എന്തോ ചെയ്യടാ. എൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ എവിടാ? ഈ സാധനം എടുത്തോ, RGSൻ്റെ ഐറ്റംസ്. ഇതിപ്പം ഷോർട്ട് ഗൺ ആമോ കിട്ടി, ഇൻഹേലർ കിട്ടി, ഗ്ലൈഡർ. പറ നല്ല എന്തൊരു സുഖം. ചുമ്മാ ഒരു അസുഖം. പിന്നെ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോഡിൻ്റെ സ്കിന്നൊന്നും കൊള്ളാം. അപ്പം ഒരു എന്തിയടാ ഇവിടെ ഇപ്പോൾ ഒരുത്തനെയും കാണുന്നില്ല. നമ്മളെ മര്യാദയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒരുത്തനെയും കാണുന്നില്ലടാ. എന്തുവാ enemy spotted. പട്ടാസ് വെച്ചു. ഓക്കെ, വേറെ അവൻ്റെ അവൻ പാവമായിരുന്നടാ, വലിയ ലൂട്ടൊന്നും ഇല്ലായിരുന്നു. അവന് റിവൈവ് ആവുമോ? ഫുള്ള് ഗ്ലൈഡറാണല്ലോടാ ഇവിടെയൊക്കെ. എത്ര ലൈവായി? 36 ലൈവ്. ലവൻ എന്നെ സ്പെക്ടേറ്റ് ചെയ്തോണ്ടങ്ങ് ഇടിക്കുവാണല്ലോ അവൻ. അവിടെ എനിമി ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ അങ്ങ് നിൽക്കാം. അത് ലൊക്കേറ്ററാണോടാ? കണ്ട് ഇനി അവൻ വന്ന് റിവെഞ്ച് എടുക്കാൻ നോക്കി, നമ്മളെ വന്ന് അടിച്ച് മര്യാദ ബൈക്ക് ഓടിക്കുന്നത് സേഫല്ല. കാരണം ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ അവന്മാർ സിമ്പിളായിട്ട് നമ്മളെ അടിച്ചിടാം. 2 ബ്ലൂവാളിൻ്റെ സാധനം ഉണ്ട് അവിടെ. ഓക്കെ, 26 ലൈവ്. ഇനി അടിക്കാൻ പറ്റത്തില്ലെന്ന് ഉറപ്പാണ്. മാക്സിമം എത്ര കില്ല് FGL മാക്സിമം എത്ര കില്ലെടുക്കാൻ പറ്റണം അത്രയും കില്ലെടുക്കണം. ഇപ്പം 2 കില്ലേ ഉള്ളു. എൻ്റെ മാക്സിമം BR കില്ലെന്ന് പറഞ്ഞാൽ റാങ്ക്ഡിൽ 9 കില്ലും പിന്നെ നോർമൽ BRൽ 12 കില്ല്. പിന്നെ ഇവിടെ ഇൻഹേലർ എത്ര എണ്ണമുണ്ട്? 6 എണ്ണേ ഉള്ളു. ഒരു ഇൻഹേലർ ഞാൻ ഉപയോഗിച്ച് മറ്റെടുത്ത് വെച്ച്. ഇവിടെ ആളുണ്ടോ? ഇല്ല സെറ്റ്. പറഞ്ഞുകൂടെ എൻ്റെ 2000 രൂപ. പിന്നെ നല്ല റിച്ചാണ്. നമുക്ക് നേരെ ഇല്ല അവിടെയുള്ള ഷോപ്പിലോട്ട് പോകാം. അവിടെ ഫോറക്സ് സ്കോപ്പും കിടപ്പുണ്ട്. ബോക്സിംഗ് ക്ലബ്ബ് അവിടെ എപ്പോൾ നോക്കിയാലും അധികം ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ, ഫോറക്സ് സ്കോപ്പ് കിട്ടി. അല്ലേ ഫോറക്സ് സ്കോപ്പ് ഞാൻ അതിൻ്റെ മണ്ടയ്ക്കിരുന്ന് സ്നൈപ്പ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നായിരുന്നു. എന്തിനാ മറ്റേ ഷോപ്പ് എന്ത് ചെയ്യും? വെൻഡിങ് മെഷീൻ ഇവിടെ ആയിരുന്നു. ഇവിടെ ഇന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റൂല. കറങ്ങി ഇടയിൽ കൂടെ പോകുന്ന വഴി ഏതെങ്കിലും വെളുത്തിൻ്റെ അടി കൊണ്ട് ചാടും. എന്തെങ്കിലുമൊക്കെ വീഡിയോ അപ്ഡേറ്റ് വേണം. 1200 രൂപയ്ക്ക് മറ്റേ മേടിച്ചാലേ അതില്ലേ. ഞാൻ വിചാരിച്ചു മറ്റേ സ്കില്ലിൻ്റെ സാധനം കിട്ടുമെന്ന്. ഇത് മേടിക്കാം, നമ്മുടെ ആഴ്സണൽക്ക് മേടിക്കാം. ഷോർട്ട് ഗണ്ണ് അപ്ഗ്രേഡ് ആഴ്സണൽ എന്ത് ചെയ്യുന്നു? ആഴ്സണൽ അല്ല, സോണിൻ്റെ അകത്തായി. സോണിൻ്റെ വെളിയിൽ
ഒരു ആർസണലും ഇല്ല, അപ്പം പൈസ പോയി. ഇതായിട്ട് പറയുക. പക്ഷേ പൈസ എല്ലാം പോയി ഗായ്സ്, പൈസ പോയി. ഇതിനി ഇവിടെ എന്ത് സ്കൈത്തുണ്ടാ എടുത്തേക്കാം. ഓക്കെ, ഇപ്പം അവിടെ നിന്നല്ലേ ഞാൻ വന്നേ. ഇപ്പം അവിടെ ആൾക്കാരൊക്കെ വന്നേയാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നമുക്ക് ഇരുന്നാലോ ഗൈസ്? അയ്യോ എൻ്റെ ഞാൻ എന്തുവാണ് അത് കാണാൻ. പിന്നെ എന്തോ ഒരു മിന്നായം പോലെയാണ് ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. നമ്മൾ പാലത്തിൻ്റെ മണ്ടയ്ക്ക് എത്തി ഗൈസ്. ഈ പാലത്തിൻ്റെ ഈ അറ്റത്ത് ഓ മൈ ഗോഡ്, ചത്തറാ. Still your mind before you strike. ചത്തടാ. അയ്യോ എടാ, അവിടുന്ന് എത്ര അപമാനം. അവൻ എവിടുന്നായിരുന്നു? അവനെ കാണുന്നില്ല. എന്നെ കൊന്നിട്ട് അവൻ മുങ്ങിയെന്ന് തോന്നുന്നു. ഓടി പിന്നെ അവൻ തന്നെ കണ്ടടാ. അല്ലാതെ എന്തോ ചെയ്യാൻ പറ്റൂടാ അവിടെ. ഇവനോ ഇതിന്റെ മേളിൽ കയറി എങ്ങനെ? എനിക്ക് കഴിഞ്ഞാലും കണ്ട എത്ര ഇത് പോയിന്റ് ചെയ്യാൻ 19. എല്ലാ കളിയും തോറ്റ് ഇതാവുന്നതിനെക്കാട്ടും നല്ലത് അത്രയെങ്കിലും കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ക്രാഫ്റ്റ് ലാൻഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഏതെങ്കിലും ക്രാഫ്റ്റ് ലാൻഡ് നമുക്ക് ഇതൊന്ന് കളിക്കാം. ഇത് ഗ്ലൂ കളിച്ചാൽ നമുക്ക് നോക്കാം എന്നെ കൊണ്ട് ജയിക്കാൻ പറ്റുമോ. ഈ ഒരു 3 പേരും കൂടെ വേണം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് നിങ്ങളുടെ UI താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ കേട്ടോ. ഇപ്പം മാസ്റ്ററിൽ കിടക്കുന്ന 184 കില്ലൊക്കെ ഉള്ളു. ഓക്കെ, കളി തുടങ്ങി. ഞാൻ ഏഡ് ചെയ്യുന്നു. റെഡ്. എൻ്റെ ഫേവറേറ്റ് കളർ. ഓക്കെ, എവൻ AFK ടാ. എന്ത് പാടാ എൻ്റെ കൂടെ കളിക്കുന്നവന്മാർ മാത്രം AFK ആവുന്നു. എന്നാ കഷ്ടമാണ്. ബൈസൺ എടുക്കാൻ ഇതിൽ ഉണ്ട കുറവാണ്. 3 M119 1. ബൈസൺ തന്നെ. എൻ്റെ കൂടെ ഉള്ളവൻ AFK ആടാ. ഗ്രീനുണ്ട്, യെല്ലോ എടുത്ത് പോവോ. യെല്ലോയിൽ ഒരുത്തനെയും കൂടെ ഉള്ളു. അപ്പോൾ യെല്ലോ ടീം അങ്ങ് വൈപ്പാക്കാം. എന്തുവാ First blood. ബ്രോ കവർ ചെയ്തോ. അവനവിടെ നോക്ക്. കളയാൻ വേണ്ടിയിട്ട് ഓരോ എന്തുവാടാ. ഒന്ന് മാറടാ നീ അവിടെ.
ഹെഡ് തന്നെടാ കേറുന്നേ. ചാവ് പോ അങ്ങോട്ട്. എന്തിനായി പോണങ്ങോട്ട്. അവനെയൊക്കെ നല്ല ഹെഡ്. ഇത്ര ഉയരത്തിൽ ഞാൻ Need equipment. അല്ല പിന്നെ അല്ല നീക്ക് എന്തിനാ എന്നെ പറ്റി വിചാരിച്ചത്? 4 എലിമിനേഷൻ. എടാ എല്ലാ എണ്ണം മുട്ട ഞാൻ മാത്രമാണോ ഇതിനകത്ത്? പ്രോ M10 മതിയടാ. M10 നല്ലത്. ട്രഗോണാണെങ്കിൽ നമുക്ക് ഗ്രനേഡ് ഇടാം. M10 വെച്ചിരിക്കണം നല്ലത്. ഐസൊക്കെ എടുക്കാൻ സിമ്പിളാവും. അടുത്തോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ അടിച്ചിടാൻ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഈ മാപ്പിൽ. എൻ്റെ കൂടെ ഉള്ളവൻ ഇറങ്ങിപ്പോയടാ. മുട്ടക്കാട്ട പണി വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പോയി ചത്തടാ. അയ്യോ ഓളിറല്ലേ ഓടന്നെ. അവൻ ഇവന്റെ ടീമായിരുന്നടാ അവൻ. ഓ കള്ളവാഴ. എന്താ ഇവന്റെ കമ്പ്യൂട്ടർ ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്താ ഇത് ലാഗ്? ഇപ്പൊ ഇവനാണല്ലേ ആ ഓറിയൻ തന്നെ കത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചാവ്. അവ എന്തുടാ ഇത്? നൂബിടാവരെ. ഞാനല്ലേ ടോപ്പ് വെക്കുന്നവരാ അവന്മാരായ ടോപ്പ്. എടാ കില്ല് എലിമിനേഷൻ കൂടുതൽ ഞങ്ങൾക്കല്ലടാ. അവന്മാർക്ക് സ്കോർ കൂടും. ഓ MP5 എടുക്കും. MP5 ബൈസൺ അല്ല ബൈസൺ തന്നെ എടുക്കാം. ഹെഡ് അടിക്കാൻ സിമ്പിളാണ്. Body gets smaller. Oh, most annoying thing ever. Need equipment. എൻ്റെ പുറകിലെങ്ങാനും ആരെങ്കിലും ഉണ്ടോ? ബ്ലൂ ടീം അവിടെ ഉണ്ട്. യെല്ലോ ടീം അവനെ അങ്ങ് ആദ്യമേ തീർത്ത് കളിയാണെങ്കിൽ ടാങ്കി അവൻ പേടിച്ചോടി. നല്ല ടീമേറ്റ് ബ്രോ നിന്റെ. അവൻ എനിക്ക് അങ്ങ് തീർക്കടാ. എനിക്ക് എൻ്റെ ജോലി ഓരോ അടുത്ത പൈസ ഉണ്ട്. 2 പൈസ കൈ വെച്ച് നന്നായി. നീ എന്തിനടാ വിചാരിക്കണേ? നിനക്ക് അങ്ങ് ജീവിക്കാൻ പറ്റുമെന്നാണ്. എന്തിനടാ നീ വിചാരിക്കണേ? നിന്നെ ഞാൻ അങ്ങനെ ജീവിക്കാൻ വിടുവോടാ? പോപ്പണ ഞാൻ എന്റെ കയ്യെന്തിയടാ? ഉള്ള സമയം പുള്ളൊരു കൈ ഗ്രനേഡ്. ഇത് ഒരിക്കലും അടിക്കാൻ പറ്റില്ല.
കള്ളവാഴ കള്ളവാഴയുടെ ഡ്യുവൽ ട്രാപ്പിക്കിന് അവനെ കേസ് കൊടുക്കും ഞാടാ. ഓടാ നൂബെ. മാക്സ് അവനിട്. ഇംഗ്ലീഷ് റൗണ്ട് എവരിവൺ ചോദിച്ചു FPP ഞാനും ഇങ്ങനെ ഇരിക്കണം. അരെ ബായ് ചത്തു. ഓ ഇതെന്തോടാ, എന്തൊരു ഇത് കോടാ. കാൾ ഓഫ് ഡ്യൂട്ടി കളിക്കണ കണക്കുണ്ട്. അവിടെ ആണല്ലോ. I saw you. നല്ലതുകൊണ്ട് ചാടാനൊക്കെ പാറ. ഞാനും ചത്ത് അവനും ചത്ത്. ഗായ്സ് ബ്ലൂ ടീം ജയിച്ചു. ഈ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഗായ്സ്. മറ്റവന് കേസ് കൊടുക്കണമായിരുന്നു. എൻ്റെ കൂടെ അവൻ എത്ര ഡാമേജ് 400 ഡാമേജ് എങ്ങാണ്ട് ഡീൽ ചെയ്തിട്ട് അവൻ ഇറങ്ങിപ്പോയി വാഴ. ഓരോ യൂബിൻ്റെ കൂടെ ഒക്കെ കളിക്കുമ്പോൾ ഉള്ള പ്രശ്നം. ഒരു മറ്റേത് കൊള്ളായിരുന്നു കേട്ടോ. M10 ആയിരുന്നു ഈ സീനായിരുന്നു. Free Fire India is set in a virtual world and it's not based on the real world. നമുക്ക് ഈ കളിയിൽ നോക്കാം. ഓക്കെ, ഈ കളിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. MP5 മതി. MP5 ആണ് എനിക്ക് ബൈസണേക്കാൾ ഇച്ചിരി കൂടെ എളുപ്പം. ബ്ലൂ ടീമാണ് ഞാൻ. എൻ്റെ ടീമേറ്റ് എന്ത് ചെയ്യപ്പം? വേറെ ടീമേറ്റ് കിതറേ എല്ലാവരും കളിയിലുള്ള എല്ലാ എണ്ണവും ഇത് കൊടുത്തു. എൻ്റെ ഫേസിൽ നിന്ന് മാറടാ എടുത്ത്. എൻ്റെ ടീമേറ്റ് എന്തിടാ? ടീമേറ്റ് എന്ത് ഹാക്കറാണോ? ഓക്കെ, നമുക്ക് ഇതിൽ കയറി അങ്ങ് നാട് വിട്ടാലോ. എന്തിനാ ചുമ്മാ ഓരോ അസുഖം കാണിക്കണം. യവനെ കുത്തിപ്പിടിച്ച് എന്ത് പാടാ എടാ, എന്ത് പാടാ അവമ്മ. ഇതിപ്പം ഓക്കെ, ഈ മൂവ്മെൻറ്റ് സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ്. മൂവ്മെൻറ്റ് സ്പീഡ് അപ്പം മറ്റേത് തന്നെ നല്ലത്. മാക്സ് 7 M18. അതാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിഫ്റ്റ് ചെയ്ത് ഓടിയാക്കാം. അയ്യോ M18 ആണോ? M18 സ്പീഡൊന്നും ഇൻക്രീസ് ആയില്ലല്ലോ. എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല. അൺബിലീവ്. ചില സമയത്ത് എൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ ആണായിട്ട്. അതിനെ കുഴപ്പമില്ല, മൂവ്മെൻറ്റ് സ്പീഡൊക്കെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ എറിഞ്ഞു ആരെങ്കിലുമൊക്കെ ചാവുന്നു. 126 കൊടുത്താ. ഞാൻ രണ്ടവന്മാരെ ഇങ്ങനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. അതല്ല ഇതിലേറ്റവും നല്ലതും അത് തന്നെ. ഓടിക്കോ. ഓടിക്കോ.
റെഡ് ടീം ജയിച്ചപ്പോൾ ഞാൻ ബ്ലൂ എന്തായാലും നമ്മൾ സെക്കൻഡ് ആക്കണം. ഇത് M10 ഇടണം. ഞാൻ ഉച്ചയ്ക്ക് ഉള്ളടാ, അതാടാ സീൻ. M10 അവന്മാർക്കും എനിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, പൊട്ടിക്കുവല്ലെന്നതിന്. ഒന്നാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട, അതാ പ്രശ്നം. എന്തുവാടാ, എനിക്ക് ടീമേറ്റ് ഉണ്ടെന്ന് കാണിക്കുന്ന, പക്ഷെ അവൻ എവിടെ, അവൻ ഏത് കാട്ടിലാണെന്നാണ് അറിയാൻ പറ്റാതെ. ഓക്കെ M10 നല്ല റേഞ്ച് ഉണ്ട്. ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള ഷോട്ട് ഗൺ എന്ന് പറഞ്ഞാൽ സ്പാസ് 12. ഈ 2 പേരെയൊക്കെ നമുക്ക് M10 വെച്ച് സിമ്പിളായിട്ട് അടിച്ചു. അവന്മാർക്ക് ഹുക്ക് ഗണ്ണ് കിട്ടുവാണെങ്കിൽ കളി തോറ്റം. പഠിക്കാം. Head there. മെഡ്രഡി ഒരുത്തൻ ഡൗൺ ആയിട്ടുണ്ട്. എന്തടാ അവൻ അവിടെ മേളിൽ നിന്ന് എന്ത് ശല്യം എന്ന് പറ. ഒട്ടൊരു കളി കൂടെ നമ്മൾ ഫസ്റ്റ് ടോപ്പ് കയറണം. അതെന്തായാലും പറ്റത്തില്ല. M10 തന്നെ എടുക്കാമില്ല. എന്തുവാ, ഒട്ടൊരു കളിയിലൂടെ നമ്മൾ ഫസ്റ്റ് എത്തണം. ഇതിപ്പോൾ ലാസ്റ്റ് റൗണ്ട് എന്തായാലും പറ്റത്തില്ല ഗൈസ്. ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ പോവും. ഞാൻ എന്തായാലും പോകും. എനിക്ക് ബാക്കിയുള്ള ടീമൊക്കെ എവിടെ നോക്കട്ടെ. എൻ്റെ അടുത്ത് ഇവിടെ ആരുമില്ല. ഓക്കെ, ഐ ആം സേഫ് ഫോർ നൗ. ഇവിടെ വെച്ച് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും അവനെ സ്നൈപ്പ് ചെയ്ത് ഹെഡ് അടിച്ചാണ്. സോഷ്യൽ ക്രാഷ് ഔട്ട് ബഡി. എൻ്റെ കണ്ണിലിപ്പോൾ ഒരു കാര്യമാണ്. അവൻ മണ്ടാക്കി ഇരുന്ന മറ്റേ ആൻറ്റീനോട്. അയ്യോ ചത്ത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ലോൺ വീക്കിലൂടെ ഞാൻ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. ഇന്നത്തെ ലാസ്റ്റ് കളിയല്ലേ, നമുക്ക് ഇതിൽ ലാസ്റ്റിനെ ബൂയി അടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് MP5 എടുക്കാം. MP5 ഉണ്ട്. എന്തുവാണ് MP5 അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ലടാ. MP5 1, 2 എന്നൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അതെന്താ, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗൈസ് കമൻറ്റ് ചെയ്യണം. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. ഗൈസ്, അപ്പം അവൻ ഓടിക്കോ. അവൻ്റെ തീ അവിടെ നിൽക്കുക. അവൻ ഇനി 2-3 കണ്ടിട്ട് ഫയർ ഉപയോഗിക്കാൻ പറ്റും. അവൻ്റെ പേരില്ലടാ, വിഷൂറൊക്കെ പറയണം. ഓക്കെ, നമുക്ക് നോക്കാം. ഏറ്റവും അവൻ്റെ ഇഗ്നീഷൻ എന്ന് പറയുന്ന എബിലിറ്റി ചെയ്യും. എൻ്റെ കയ്യിൽ ആ എബിലിറ്റി ഉണ്ട് ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ. എന്തിരടാ ഇവൻ്റെ ഹിറ്റ് മാത്രം എനിക്ക് കൊള്ളണമെന്നുള്ളല്ലേ. ലിയോൺ ഹീൽ ചെയ്യാൻ അങ്ങോട്ട്. ലിയോൺ ഹീൽ അങ്ങോട്ട് ഹീൽ. എങ്ങോട്ട് വാ മോനെ ബാ. ഓക്കെ, നല്ലോണം അവനെ കൊടുത്തു. അല്ല പിന്നെ നിനക്കെന്നെ കൊല്ലണോടാ, നിനക്കെന്നെ കൊല്ലണം. അപ്പോൾ ഗൈസ്, ഓക്കെ
ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേനും ഇത് കുറേ ടൈം ആയി കാണും, കാരണം എഡിറ്റ് ചെയ്യണം, കുറച്ച് പണികളൊക്കെ ഉണ്ട്. അവൻ AWM ആണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് ടൈമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ കൊടുത്തു, എനിക്കും കിട്ടി. എൻ്റെ തീ അങ്ങനെ. ഇപ്പം ഈ രണ്ടാമത്തെ തീ എനിക്ക് കൊള്ളത്തില്ല. അല്ല പിന്നെടാ, അവൻ ഹീല് പോലും ചെയ്തില്ലടാ. ഇത്ര ടൈം ഉണ്ടായിരുന്നടാ, അവൻ ഹീല് പോലും ചെയ്തില്ല. ആ സമയം ഉണ്ടായത് അവനവിടെ ചെന്ന് മെഡ് അടിക്കായിരുന്നു. അവൻ ഈ സമയം അവിടെ ആയിരിക്കും സ്പോണാണ്. ഈ തവണ അവിടെ ആയിരിക്കും സ്പോണാണ്. അല്ലല്ലോ. ഓക്കെ. ഓ അയ്യോ, അത് ജസ്റ്റ് മിസ്സറാ. എന്താ ഇത്? ഞാൻ ഹെഡ് ഷോട്ടടാ. അവന് നല്ല പൊസിഷൻ വെച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ ലെഗ് അടിക്കത്തുള്ളായിരുന്നു. അല്ലെങ്കിൽ അവൻ ലെഗ് അടിക്കത്തുള്ളായിരുന്നു. ഇതാണ് ഏറ്റവും റേഞ്ച് ഉള്ള ഷോട്ട് ഗൺ. ഓക്കെ, എൻ്റെ അനിയത്തി ഇവിടെ ഇരുന്ന് ചുമ്മാ ഓരോന്ന് പറയാ. എന്ത് നിന്റെ ഫയർ ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നുമല്ല, ഈ സാധനമൊക്കെ BR കളിക്കുമ്പോൾ വരണം. നൈസിന് കഷ്ടപ്പെട്ട് ഒരുത്തനെ നോക്കാക്കിയെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്കോഡ് വന്നിട്ട് അവനെ റിവൈവ് ചെയ്തിട്ട് ഒരുത്തൻ നെറോ ഇടും, ഒരുത്തൻ മറ്റേ ഫയർ ഇടും, ഒരുത്തൻ ഫയർ ഇടും, ഒരുത്തൻ നെറോ ഇടും, പിന്നെ മറ്റേ സ്പൈഡർ, പിന്നെ മറ്റേ ഒരുത്തൻ ദിമിത്രി ഇടും. നോക്കായി കിടന്ന എല്ലാ എണ്ണത്തിനെ റിവൈവും ചെയ്യും. അപ്പം കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഈ കളിയിൽ എനിക്ക് എങ്ങനെയായാലും തച്ച് ഉപയോഗിക്കണം. ഞാൻ ഈ ഒരു കളിയിൽ തച്ച് ഉപയോഗിച്ചില്ലെന്ന് തോന്നുന്നു. ഒറ്റൊരു വട്ടം കൊണ്ട് SVD ഇത് കഴിഞ്ഞ പ്രാവശ്യം SVDയും ട്രൊഗോണും എടുത്ത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അവൻ താഴെ വീണടാ, ചപ്പിളി സാധനം. Good. The Yagami's name will live on. അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പം ടാറ്റാ, ബൈ ബൈ.